ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS. നമ്മുടെ മുഖവും കൈകാലുകളും നമ്മളെല്ലാവരും വൃത്തിയായി സംരക്ഷിക്കാറുണ്ട്. പക്ഷെ കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര സംരക്ഷിച്ചാലും പൂർണ്ണതോതിൽ സംരക്ഷണത്തിൻ്റെ ഗുണം ലഭിക്കണമെന്നില്ല. മുഖത്ത് സ്വാഭാവികമായി തന്നെ ഓയിൽ സെക്രീഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ കാലിൻ്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും താങ്ങുന്നത് കാലുകളാണ്. അതുകൊണ്ട് തന്നെ കാലുകളുടെ സ്കിന്ന് റഫാവുകയും പൊട്ടലുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനായി നല്ല ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇതിന് ഏറ്റവും മികച്ചതാണ് ആവണക്കെണ്ണ. കുളി കഴിഞ്ഞ ശേഷമോ അല്ലെങ്കിൽ കാല് വൃത്തിയായി കഴുകിയതിന് ശേഷമോ കാലിൻ്റെ സൈഡുകളിലായി, അതായത് ഉപ്പൂറ്റിയുടെ സൈഡിൽ സ്കിന്ന് നല്ല റഫായിട്ടിരിക്കുന്ന ഏരിയയിൽ ആവണക്കെണ്ണ പുരട്ടുക. ഉണങ്ങിക്കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാലിൻ്റെ ഡ്രൈനെസ് മാറുവാനും വിണ്ടുകീറൽ ഒഴിവാക്കുവാനും സഹായിക്കും. വാസ്ലിൻ പോലെയുള്ള പെട്രോളിയം ജെല്ലുകളും ഫലപ്രദമാണ്. വീടിനകത്തും ചെരുപ്പിട്ട് തന്നെ നടക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഷാമ്പുവും നാരങ്ങാനീരും ചേർത്ത് കാലതിൽ ഇറക്കി വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം ലൂഫയോ പിമിക്സ്റ്റോണോ ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. തേനിന് ഈർപ്പം നിലനിർത്തുന്നതിനും മുറിവുണക്കുന്നതിനുമുള്ള കഴിവുണ്ട്. അതുപോലെ ഇതിനൊരു ക്ലെൻസിങ് പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഉണ്ട്. അതുകൊണ്ട് തേൻ ഉപയോഗിക്കുന്നത് ഡ്രൈനസ് കുറയ്ക്കുവാനും വിണ്ടുകീറൽ തടയുവാനും സഹായിക്കുന്നു. തേനും പഴവും കൂടി ചേർത്ത് ഒരു പാക്കായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. പഴം നന്നായി ഞെവിടി തേൻ കൂടി ചേർത്ത് കാലിൽ അപ്ലൈ ചെയ്യുക. അരമണിക്കൂറിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. പഴവും ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. വെളിച്ചെണ്ണ പുരട്ടുന്നതും ഡ്രൈനസ് മാറാൻ ഫലപ്രദമാണ്. കറ്റാർവാഴയുടെ ജെല്ലും ചിയാ സീഡ്സിന്റെ എക്സ്ട്രാക്റ്റും വാസ്ലിനും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കാലിൽ പുരട്ടുന്നതും ഗുണപ്രദമാണ്. കറ്റാർവാഴയ്ക്കും ചിയാ സീഡ്സിലുള്ള omega-3 ഫാറ്റി ആസിഡ്സിനും ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുവാനും അതുപോലെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ഇത് ഡ്രൈനസ് മാറ്റി കാല് വെടിച്ചു കീറുന്നത് തടയുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.